നല്ല ടേക്ക് ഓഫിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലും പ്രവർത്തനങ്ങളിലുമാണ് ധനകാര്യ വകുപ്പ് ഏർപ്പെട്ടിട്ടുള്ളത്. അധിക വരുമാനത്തിന് വകുപ്പിൽ വരുത്തുന്ന ക്രമീകരണങ്ങൾ സംബന്ധിച്ച് ഒന്ന് ഈ സഭയിൽ വ്യക്തമാക്കുന്നത് നല്ലതാണ്. ഇതിലേറ്റവും പ്രധാനം GST വകുപ്പിന് അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള വാഹനങ്ങൾ ലഭ്യമാക്കുന്ന കാര്യത്തിലും കണ്ണൂരിൽ സ്ഥലം ഏറ്റെടുത്തിട്ട് കുറച്ച് നാളായി അവിടെ GST ഭവൻ ഉണ്ടാക്കുന്ന കാര്യത്തിലും ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനം എന്താണ്? വൈഫ് GST കമ്മീഷണറാണ്, അത് പറയാൻ പാടില്ല സാർ. ഈ ടാക്സ് ജനറേറ്റ് ചെയ്യുന്ന കാര്യത്തിലെല്ലാം പ്രത്യേക പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം GSTയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വാഹനങ്ങൾ ഈ വർഷം തന്നെ എനിക്കൊന്ന് ഇപ്പം എൻ്റെ ഓർമ്മ 37 വാഹനങ്ങൾക്ക് ഇപ്പം അനുവാദം കൊടുത്തു കഴിഞ്ഞു. ആവശ്യമായ കമ്പ്യൂട്ടർ സംവിധാനം എന്ന് മാത്രമല്ല സാർ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് എക്സൈസ് ആയാലും മറ്റ് വിവിധ ഡിപ്പാർട്ട്മെന്റിൽ വാഹനത്തിന് ഈ ഫൈനൽ ടൈമിൽ തന്നെ ഇപ്പോൾ വരുന്നതെല്ലാം നമ്മൾ അനുവാദം കൊടുക്കുന്നു. 100 കോടി രൂപ അധികം വെച്ചിരുന്നത് വാഹനങ്ങൾ, കാരണം 15 വർഷമായ വാഹനങ്ങൾ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി പണം നമ്മൾ പ്രത്യേകം ബഡ്ജറ്റ് വെച്ചിരുന്നു. എല്ലാ ടാക്സ് ജനറേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിനും പ്രയോറിറ്റി കൊടുക്കും. കണ്ണൂരിലെ GST ഓഫീസിന്റെ ഒരു പ്രശ്നം, സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ കാരണമാണ് GST ഓഫീസ് പണിയുന്നതിന്റെ നേരത്തെ തന്നെ തീരുമാനിച്ചാണ്. അതിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് നമുക്ക് പൂർത്തീകരിക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ വാഹനങ്ങളും സൗകര്യങ്ങളും എല്ലാം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓർഡറുകൾ പോയിട്ടുണ്ട് സർ. ചോദ്യം നമ്പർ 334 ശ്രീ സജീവ് ജോസഫ്, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. ആൻസർ ടേബിൾ ചെയ്തോ സാർ? ഇതും പൊതുവിൽ ധനകാര്യ അവസ്ഥ സംബന്ധിച്ചുള്ള ചോദ്യമാണ് സാർ. സാർ, ഇതിനകത്ത് സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു എന്ന് പറയുമ്പോഴും അത് സംബന്ധിച്ച് ചില സംശയങ്ങളാണ് സാർ. സാർ, ബജറ്റിനോടനുബന്ധിച്ച് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് പ്രസിദ്ധീകരിക്കുന്ന അതത് വർഷങ്ങളിലെ സാമ്പത്തിക അവലോകനം, ധനകാര്യ വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന മീഡിയം ടേം ഫിസ്ക്കൽ പോളിസി ആൻഡ് സ്ട്രാറ്റജി സ്റ്റേറ്റ്മെന്റ് വിത്ത് മീഡിയം ടേം ഫിസ്ക്കൽ പ്ലാൻ ഫോർ കേരള എന്നീ രേഖകളിൽ സംസ്ഥാനത്തിന്റെ മുൻ വർഷങ്ങളിലെ പ്രധാന ധനലക്ഷ്യങ്ങൾ അവലോകനം ചെയ്യാറുണ്ട്. സാർ, ഇതിനകത്ത് ഈ പറഞ്ഞ കണക്കുകളുടെ എല്ലാ വിശദാംശങ്ങളും ഞാൻ പറയുന്നില്ല, വലിയ മറുപടിയാണ് സാർ. 2021, 22, 22, 23 ഈ സാമ്പത്തിക വർഷങ്ങളിൽ സംസ്ഥാനത്തിന്റെ റവന്യൂ കമ്മി GSTPയുടെ ശതമാനത്തിൽ യഥാക്രമം 2.6, 2.25% വീതമായിരുന്നത് 2023-24 സാമ്പത്തിക വർഷത്തിൽ 1.58% കുറച്ചുകൊണ്ടുവരാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് സാർ. അപ്പോൾ ഈ കുറച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള കണക്കുകൾ അതിനകത്തുണ്ട് സാർ. 2023, 24, 2022, 23, 24 എന്നീ സാമ്പത്തിക വർഷങ്ങളിൽ റവന്യൂ കമ്മി GSTPയുടെ ശതമാനത്തിൽ ബജറ്റ് എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാൾ നേട്ടം കൈവരിക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അവയുടെ വിശദാംശങ്ങൾ പട്ടികയിൽ കൊടുത്തിട്ടുണ്ട്. 2022, 23 2.3% സാർ എസ്റ്റിമേറ്റ് ചെയ്തത്. യഥാർത്ഥത്തിൽ അത് 0.9% ആയിട്ട് കുറഞ്ഞു. 2023, 24 2.11% അത് 1.58% ആയിട്ട് കുറഞ്ഞു. സാർ, 2024, 25 സ്പെസിഫിക് ചോദ്യം വന്നിട്ടുണ്ട് സാർ. 2024, 25 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിൽ റവന്യൂ കമ്മി GSTPയുടെ 2.29% ബജറ്റിൽ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിലും അക്കൗണ്ടന്റ് ജനറലിന്റെ അന്തിമ കണക്കുകൾ വരുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ബജറ്റിൽ എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാൾ നേട്ടം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. സാർ, പ്രതിസന്ധികൾക്കിടയിലും ധന ഉത്തരവാദിത്ത ആക്ടിൽ പരാമർശിക്കുന്നതും 15ാം ധനകാര്യ കമ്മീഷൻ നിഷ്കർഷിച്ചതുമായ ധനദൃഢീകരണ പാതയ്ക്കുള്ളിൽ തന്നെ സംസ്ഥാനത്തിന്റെ ധനക്കമ്മിയും മൊത്ത ആഭ്യന്തര ഉത്പാദനവും തമ്മിലുള്ള അനുപാതം നിലനിർത്താൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത് സംബന്ധിച്ച വിശദാംശം പട്ടികയായിട്ട് കൊടുത്തിട്ടുണ്ട് സാർ. അതിനകത്ത് 21, 22 4.5% കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശം. സാർ, നമുക്ക് 4.04 അത് നിർത്താൻ പറ്റിയിട്ടുണ്ട്. 2022, 23 4% GSTP നമ്മുടെ അതിനകത്ത് ധനക്കമ്മി അവരനുവദിച്ചിട്ടുള്ള അനുവാദം പെർസെൻറ്റേജ് അത് 2.5, 4 ഉള്ളപ്പോൾ 2.5 തന്നെ നമുക്ക് നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. സാർ, 2022, 23 3.5% സാർ ഫിസിക്കൽ ഡെഫിസിറ്റ് അവരുടെ അനുവദിച്ച പെർസെൻറ്റേജ്. പക്ഷേ അത് 2.99% നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ധനകാര്യ കാര്യത്തിനകത്ത് നമുക്ക് ഈ കാര്യങ്ങളിൽ നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഈ കണക്കുകൾ കാണിക്കുന്നത്. ഈ വർഷത്തെ കണക്കുകൾ വരുമ്പോഴും നമ്മൾ വിചാരിച്ചതിനേക്കാളും മെച്ചപ്പെട്ട തരത്തിൽ, അല്ലെങ്കിൽ പറഞ്ഞ എസ്റ്റിമേറ്റിനേക്കാളും മെച്ചപ്പെട്ട തരത്തിൽ തന്നെ നിയന്ത്രിക്കാൻ പറ്റുമെന്നാണ് സാർ പ്രതീക്ഷ. ശ്രീ സജീവ് ജോസഫ്. സാർ, മുൻ സർക്കാരുകൾ പ്ലാൻ ഫണ്ടിന്റെയും ബഡ്ജറ്റിന്റെയും ഭാഗമായി നടത്തിക്കൊണ്ടിരുന്ന നിർമ്മാണ പദ്ധതികളും സാമൂഹ്യക്ഷേമ പദ്ധതികളും ഇപ്പോൾ കിഫ്ബിയും KSSBയും നടത്തിവരുന്ന സാഹചര്യമാണുള്ളത്. സാർ, ഈ സംവിധാനങ്ങളുടെ വായ്പാ കുടിശ്ശിക ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്തിന്റെ റവന്യൂ കമ്മിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഉൾപ്പെടുത്തിയാൽ സംസ്ഥാനത്തെ റവന്യൂ കമ്മി ഇതിലും ഉയരും എന്നത് ഒരു വസ്തുതയല്ലേ? മിനിസ്റ്റർ സംബന്ധിച്ച് വിശദീകരിക്കാം.